നമ്മളെ കഴക്കൂട്ടത്ത് നേമത്തും അതിശക്തമായിട്ടുള്ള മത്സരമായിരിക്കും ഇപ്രാവശ്യം നടക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. കഴക്കൂട്ടം എൻ്റെ മണ്ഡലമാണ്. എൻ്റെ മണ്ഡലത്തിൽ ആര് ജയിക്കുമെന്നാണ് ഞാനും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കുറേ കാലം മുമ്പ് വരെ കോൺഗ്രസിൻ്റെ കുത്തകയായിരുന്നു കേട്ടോ. അവിടെ കഴക്കൂട്ടം വന്നാൽ എം എ വാഹിദ് എന്നായുള്ള ഒരു മുഖച്ഛായ ആയിരുന്നു. അതെല്ലാം മാറ്റിയെടുത്തത് കടകംപള്ളി വന്നതിന് ശേഷമാണ് കേട്ടോ. ഇപ്പം കടകംപള്ളി വന്നതിന് ശേഷം കോൺഗ്രസിനെയൊക്കെ ഒരു ഭാഗത്തോട്ടങ്ങ് ഒതുക്കി. ഇപ്പോൾ കോൺഗ്രസ് എന്ന് പറഞ്ഞ സാധനം കഴക്കൂട്ടത്തെ ഏതാണ്ട് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് ഈ കടകംപള്ളി സഖാവ്. അപ്പോൾ ഇപ്രാവശ്യം ആരായിരിക്കും ഇപ്രാവശ്യത്തെ മത്സരം എന്ന് പറയുന്നത്? അവിടെ ഈ മത്സരത്തിൽ കഴക്കൂട്ടം മണ്ഡലത്തിൽ എന്തായാലും കോൺഗ്രസിന് അവിടെ വലിയ ഒന്നുമില്ല. കോൺഗ്രസ് അവിടെ നോക്കിക്കൊണ്ട് നിന്നാൽ മതി. അവിടെ ഇനി മത്സരം നടക്കാൻ വേണ്ടി പോകുന്നത് BJPയും CPM-ഉമായിട്ടായിരിക്കും. അപ്പം എൻ്റെ ഒരു സംശയം ആരായിരിക്കും വിൻ ചെയ്ത്. എൻ്റെ മണ്ഡലം കൂടിയാണ്. ആരായിരിക്കും വിൻ ചെയ്യുന്നതാണ് ഞാനിങ്ങനെ ആലോചിക്കട്ടെ. എനിക്ക് തോന്നുന്നതെന്ന് പറയുന്നത് കടകംപള്ളി ആയിരിക്കാനാണ് സാധ്യത. കടകംപള്ളി സഖാവായിരിക്കും കഴക്കൂട്ടത്ത്. എൻ്റെ മണ്ഡലത്തിൽ വീണ്ടും MLA ആയിട്ട് വരാൻ വേണ്ടി പോകുന്നത് പുള്ളിക്കാരനായിരിക്കും. പുള്ളിക്കാരനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കഴക്കൂട്ടം മണ്ഡലത്തിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചൂണ്ടിക്കാണിക്കുക, എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ എനിക്ക് ചൂണ്ടിക്കാണിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഈ പുള്ളിക്കാരൻ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ അതിൽ രാഷ്ട്രീയമൊന്നും കാണേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലത് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതെന്ന് പറയാൻ വേണ്ടി ശ്രമിക്കണം. അതിൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അതിൽ രാഷ്ട്രീയം കാണേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്കതിൽ പുള്ളിക്കാരനെ MLA ആയിട്ടിരുന്നിട്ട് മന്ത്രിയായിട്ടിരുന്നിട്ട് എൻ്റെ മണ്ഡലത്തിൽ കഴക്കൂട്ടം മണ്ഡലത്തിൽ ഒരുപാട് കാര്യങ്ങൾ അയാൾ കൊണ്ടുവരാനായിട്ട് അയാൾ സാധിച്ചു. മന്ത്രിയായ സമയത്ത് കഴിഞ്ഞ പ്രാവശ്യം. ഇപ്പോഴും ഒരുപാട് പണ്ട് നമ്മുടെ ഈ എം വി വാഹിദിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, കോൺഗ്രസ്സിൽ ആയിരുന്ന അയാൾ 15 വർഷത്തോളം 10-15 വർഷം തുടർച്ച ഭരിച്ചിട്ടുണ്ട് പുള്ളിക്കാരനാണ്. അയാളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ആ പരിസരത്ത് എന്ത് ഒരു വിശേഷം ഉണ്ടെങ്കിൽ ഈ പുള്ളിക്കാരൻ്റെ പ്രസൻസ് ഉണ്ടാവും. അതുപോലെയാണ് ഇപ്പോൾ കടകംപള്ളിയുടെ അയാൾ ഉണ്ടാക്കി വെച്ചിരുന്ന ഇമേജ് അങ്ങനെയാണ് കേട്ടോ. എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പോൾ അവിടെ ഓടിയെത്തി എല്ലാ കാര്യങ്ങൾക്കും മുന്നിൽ നിൽക്കുന്നത് കൊണ്ട് ജനങ്ങളുടെ ഇടയിൽ ഒരു ഇമേജ് ഉണ്ടാക്കി വെക്കാനുള്ള കഴിവ് കടകംപള്ളിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഇപ്രാവശ്യം എൻ്റെ ഒരു വീക്ഷണകോണകത്തിൽ ഇഞ്ചോടിഞ്ചുള്ള ഒരു പോരാട്ടം ഉണ്ടാവും. BJP ആയിട്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടം ഉണ്ടായാലും അവിടെ വിജയം ഉറപ്പിക്കാനായിട്ട് എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ വിജയം ഉണ്ടാവാൻ സാധ്യത കടകംപള്ളിക്ക് തന്നെ ആയിരിക്കും. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഒരു പൊരിഞ്ഞ പോരാട്ടം തന്നെ ആയിരിക്കും കഴക്കൂട്ടം. നേമത്തും ഇതുപോലെ തന്നെയാണ്. നേമത്തും ഇതുപോലെ തന്നെ പൊരിഞ്ഞ പോരാട്ടം നടക്കാൻ വേണ്ടി പോവുകയാണ്. ശിവൻകുട്ടി സഖാവ് വീണ്ടും മന്ത്രിയോ MLA ആവോ, അതേ വയസ്സുകാലത്ത് വീട്ടിൽ റെസ്റ്റ് എടുക്കേണ്ടി വരുമെന്നൊക്കെ നമുക്കിനി കാണാം. ഭയങ്കര രസമായിരിക്കും.